കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ ഈവനിങ് ടൈമിൽ പറ്റിയ റെസിപ്പി. ഇതിൻ്റെ സോസിൽ പൊതിഞ്ഞെടുത്ത അതിൻ്റെ മണവും ടേസ്റ്റും എല്ലാം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ എന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഓൾ എന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു ബ്രിഞ്ചോളാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബ്രിഞ്ചോളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലി ചെത്തി കളയുന്നുണ്ട്. ഇത് തൊലി ചെത്തി കളയാതെ വേണമെങ്കിലും ഞാൻ ചെയ്യുന്ന ഇതേ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ തൊലി ചെത്തി കളയുന്നുണ്ട്. ശരിക്കും ബൗളിൽ നമ്മൾ വെള്ളവും ഉപ്പും എല്ലാം എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം ബ്രിഞ്ചോളിൻ്റെ തൊലിയൊക്കെ ചെത്തി കളയാനായിട്ട് ചെയ്യേണ്ടത്. ഞാനിത് തൊലി ചെത്തി കളഞ്ഞിട്ടാണ് ഇത് വെള്ളമൊക്കെ എടുത്ത് വെച്ചത്. എന്നിട്ട് ഇത് ബ്രിഞ്ചോള് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രീതിയിൽ വരത്തക്ക രീതിയിൽ കട്ട് ചെയ്ത് മുറിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിഞ്ചോൾ വെച്ച് എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും നമ്മൾ ബ്രിഞ്ചോൾ കട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഉപ്പിട്ട വെള്ളത്തിൽ മുക്കി വെക്കണം. ഒരു 10 മിനിറ്റോളം മുക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ കറ പോകാനായിട്ടാണ്. അല്ലെങ്കിൽ ഇത് ബ്രിഞ്ചോൾ മുഴുവൻ കറുത്തിരിക്കുന്നതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഉപ്പിട്ട വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കുന്നതും മുക്കിയൊക്കെ വെക്കുന്നത്. 10 മിനിറ്റ് മുക്കി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് ചെയ്യാറുണ്ട്. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നു. അതുപോലെ ഒരു മിക്സഡ് ജാറിലേക്ക് 3-4 ബ്രെഡും എടുത്ത് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്, ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട്. അതുപോലെ ഒരു ബൗളിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോഴേ 10 മിനിറ്റ് കഴിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് ബ്രിഞ്ചോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രിഞ്ചോളെല്ലാം എടുത്ത് അതിൻ്റെ വെള്ളം വാലണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പിലോട്ട് ജസ്റ്റ് ഒന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു ടിഷ്യൂവിലോട്ട് വെച്ച് അതിൻ്റെ വെള്ളം എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ക്ലീനായിട്ടുള്ള തുണി ആയാലും ടവലായാലും മതി. അതിൽ വെച്ചിട്ട് വെള്ളം ഒപ്പിയെടുക്കുക. ഇപ്പോൾ ബ്രിഞ്ചോള് എല്ലാം നമ്മൾ വെള്ളം ഒപ്പി എടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചില പീസുകളൊക്കെ നല്ല നീളത്തിലുള്ളതാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോഴ് ബ്രിഞ്ചോളെല്ലാം വെള്ളമെല്ലാം ഒപ്പി എടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെയൊക്കെ വലുപ്പത്തിൽ വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചില പീസുകളൊക്കെ നല്ല നീളത്തിലുള്ളതാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്തിട്ട് ഇത് കോൺഫ്ലോറിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അഥവാ ഇനി അതിൽ എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ ആ കോൺഫ്ലോർ അങ്ങ് വലിച്ചെടുത്തോളും. പിന്നെ നല്ലൊരു കോട്ടിങ്ങും ആവും. അങ്ങനെ കോൺഫ്ലോറിൽ കോട്ട് ചെയ്തെടുത്ത ആ ബ്രിഞ്ചോള് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയിൽ മുക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ആ ബ്രെഡിൻ്റെ പൊടിയിൽ ഒന്ന് കവർ ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ബ്രെഡിൻ്റെ പൊടിയിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്ക് കൂടി ഇട്ട് കൊടുത്തായിരുന്നു. അത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് ബ്രിഞ്ചോൾ കൊണ്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണ്. ഈവനിങ് ടൈമിലായാലും അതോടൊപ്പം തന്നെ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അങ്ങനെ നമ്മുടെ ബ്രിഞ്ചോൾ കോൺഫ്ലോറിൽ കോട്ട് ചെയ്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഒരു കടായിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ബ്രിഞ്ചോൾ എടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ 1-2 ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടിയപ്പോൾ വേണേൽ എടുത്ത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഞാനിത് അങ്ങനെ വെക്കുന്നില്ല, തൽക്കാലം അങ്ങനെ വെക്കുന്നില്ല. എന്നിട്ട് ഇപ്പോൾ ഉടൻ തന്നെ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ മൊബൈൽ സ്റ്റാൻഡ് കുറച്ച് പ്രശ്നമൊക്കെ ആയി. പിന്നെ അങ്ങോട്ട് ശരിക്കൊന്നും എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ ബാച്ച് വൈസായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഓരോ സൈഡും ഇട്ട് കൊടുക്കണം. അങ്ങനെ ഓരോ സൈഡും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. അതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിനെക്കാട്ടി ടേസ്റ്റിൽ ഉള്ളൊരു ഫ്രൈ തന്നെയാണ് ബ്രിഞ്ചോൾ ഫ്രൈ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ കഴിഞ്ഞില്ല, ഇനിയുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സ്വാൻ സോസ് ഒഴിച്ചു കൊടുക്കുന്നു. അത് നന്നായിട്ട് ആ എണ്ണയിൽ വഴണ്ട് വരണം. അങ്ങനെ വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നു. അതുപോലെ അതും ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി സോസ് കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സോസ് എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് വരുന്ന ആ സമയത്ത് നമുക്ക് നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബ്രിഞ്ചോൾ ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം ഒന്നും ഇട്ട് കൊടുത്തില്ല, ഒരു ഹാഫ് പാർട്ട് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. എന്നിട്ട് ആ സോസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ആ എണ്ണ ചൂടാകുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ സവാള ചെറിയ ചെറിയ ക്യൂബ് പോലെ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ക്യാപ്സിക്കമൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് ആ സോസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ സ്പ്രിംഗ് ഓനിയൻ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ എന്നെ വിളിച്ച് വെക്കണം. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.